ഹലോ. ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന തുടക്കക്കാർക്ക് വന്നൊരു സംശയമാണ് അവരുടെ പ്രൊഡക്റ്റും സർവീസും ഈ പ്രീമിയം സെഗ്മെന്റിൽ വിൽക്കണോ അഫോർഡബിൾ സെഗ്മെന്റിൽ വിൽക്കണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനും തെളിവുകളുണ്ട്. നല്ല പ്രീമിയം ആയിട്ട് മാത്രം പ്രൊഡക്റ്റുകൾ വിറ്റ് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുന്നവരുണ്ട്. എന്നാൽ വോളിയത്തിൽ ഓർഡറിൻ്റെ എണ്ണം അനുസരിച്ച് ചെറിയ പ്രോഫിറ്റ് മാത്രം എടുത്ത് ധാരാളം ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് വോളിയത്തിൽ സെല്ല് ചെയ്തിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് ഏതിൽ വിൽക്കണമെന്നുള്ളത്. നിങ്ങൾക്ക് പ്രീമിയം എല്ലാ കാറ്റഗറിയിലും ഏറെക്കുറെ പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് പ്രീമിയത്തിലും കാണാൻ സാധിക്കും. അതേപോലെ അഫോർഡബിലിറ്റി, ആ ചീപ്പ് പ്രൈസ്, അഫോർഡബിൾ പ്രൈസ് ആ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് ഏത് സെഗ്മെന്റിൽ വിൽക്കണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും, ഒരു പ്രത്യേക നീഷ് വിഭാഗത്തിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം പിടിക്കാം. ഇനി അതല്ല വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് എത്താനാണ് ആഗ്രഹമെങ്കിൽ, പെട്ടെന്ന് തന്നെ ലാർജ് വോളിയത്തിൽ വിറ്റ് സെല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. രണ്ടിനും തെളിവുണ്ടെന്നുള്ളതാണ്. നമുക്കൊരു ഇന്നത് ബെറ്റർ എന്ന് പറയാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും ഏത് പിക്ക് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത്. പിന്നെ പലപ്പോഴും തന്നെ വേറൊരു സംശയമാണ്, നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, എങ്ങനെയാണത് തിരിച്ചറിയുക? പ്രീമിയത്തിൽ വിറ്റാലാണോ അതല്ല അഫോർഡബിൾ പ്രൈസിൽ വിറ്റാലാണോ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അത് ഒരു പരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, ഓരോ പ്രൈസിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ചിലപ്പോൾ വില കൂട്ടാൻ നേരത്ത് ചിലപ്പോൾ ഓർഡറുകൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ വില കുറയ്ക്കാൻ നേരത്തായിരിക്കും ഓർഡറുകൾ കൂടുതൽ കിട്ടുക. അപ്പോൾ എവിടെയാണ് അത് കൂടുതൽ നിങ്ങൾക്ക് ആപ്റ്റ് ആവണേന്നുള്ളത് ആ ഒരു മേഖലയിൽ പരീക്ഷണങ്ങൾ നടത്തിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു സ്ട്രാറ്റജി ഉണ്ട്. പല ബിഗ് ബ്രാൻഡുകളും അത് ചെയ്യാറുണ്ട്. ഒരു നിശ്ചിത വിഭാഗം പ്രീമിയം കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ച് പ്രീമിയം പ്രൊഡക്റ്റ് ഇറക്കും, പിന്നെ വലിയ വിഭാഗം കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ച് അഫോർഡബിൾ ആയിട്ടുള്ള രണ്ടും കൂടി ചെയ്യും. ആ ഒരു ബ്രാൻഡിന് പ്രീമിയം സെഗ്മെൻറ്റും ഉണ്ടാവും, അഫോർഡബിൾ സെഗ്മെൻറ്റും ഉണ്ടാവും. നിങ്ങൾക്കും അത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. ഒരു നിശ്ചിത വിഭാഗം കസ്റ്റമേഴ്സിന് പ്രീമിയം ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്ത് കൊടുത്ത് അവരുടെ പേരോ എന്തെങ്കിലുമൊക്കെ കൊത്തിവെക്കാൻ പാകത്തിനുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രീമിയം സെഗ്മെൻറ്റിലുള്ള കസ്റ്റമേഴ്സിനെയും ടാർഗറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാസ് ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒക്കെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വളരെ ലോ എൻഡിലുള്ള ഫോണുകളും സാംസങ്ങിനുണ്ട്, അതുപോലെ തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് രണ്ടും കൂടി വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ. ഈ പ്രീമിയം അഫോർഡബിൾ എന്നുള്ളത് മിക്സ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഏതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾ തന്നെ ഇറങ്ങി തിരിച്ച് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഏതാണ് നല്ലത്, പ്രീമിയത്തിൽ വിൽക്കണയാണോ നല്ലത്, അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസിൽ വിൽക്കണയാണോ നല്ലതെന്നുള്ളത്. ചിലപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ വിൽക്കുമ്പോൾ നല്ല വോളിയത്തിലായിരിക്കും, നല്ല രീതിയിൽ ആ ബിസിനസ് ത്രൈവ് ചെയ്യും. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും, കുറച്ച് കസ്റ്റമർ മാത്രം, ഒരു നീഷ് കസ്റ്റമർ മാത്രം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അവരിൽ നിന്നൊരു നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുള്ള ബിസിനസ് ആയിരിക്കും ഒരു പക്ഷേ നല്ല രീതിയിൽ ത്രൈവ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി നോക്കാം ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ സെയിം പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ അഫോർഡബിൾ കാറ്റഗറിയിലും പ്രീമിയം കാറ്റഗറിയിലും വിൽക്കരുത്. എന്തെങ്കിലുമൊക്കെ ചേഞ്ചൊക്കെ വരുത്തി, പാക്കേജിങ്ങിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി പ്രീമിയം ആണെന്ന് പറഞ്ഞിട്ട് സെല്ല് ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ പാക്കേജിങ് എല്ലാം കാണാൻ നേരത്ത് കസ്റ്റമേഴ്സ് ഇനീഷ്യലി ഓർഡർ ചെയ്തേക്കാം, പക്ഷെ അവരുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് കിട്ടാൻ നേരത്ത് കസ്റ്റമറിന് മനസ്സിലാവും അത് ആ ചീപ്പ് ക്വാളിറ്റി ആയിട്ടും തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സാംസങ്ങിൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെ രണ്ടും സെയിം ഫോണല്ല, എന്തെങ്കിലും ഔട്ടർ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ മാത്രമല്ല അവർ വരുത്തണേ, അതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസിലെല്ലാം മാറ്റം ഉണ്ടാവും, പ്രൊസസ്സറിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ക്വാളിറ്റി അതിനനുസരിച്ച് നിങ്ങൾ എൻഷുർ ചെയ്യണം പ്രീമിയം സെല്ല് ചെയ്യാൻ നേരത്ത്. രണ്ടും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം, പക്ഷേ രണ്ടിനും രണ്ടിൻ്റേതായിട്ടുള്ള മൂല്യം നിങ്ങൾ കൊടുത്തിരിക്കണം കസ്റ്റമേഴ്സിന്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.